മന്ത്രിയുടെ കത്ത് കിട്ടി. മാജിക് 2021 നവംബർ 17 താങ്കൾ മാജിക് നിർത്തി. അപ്പോൾ ഇപ്പോൾ അത് തുടരണമെന്ന് കത്ത് കിട്ടി. എന്താ തീരുമാനം? പറയാനുള്ളത്? അപ്രതീക്ഷിതമായിട്ടാണ് മന്ത്രി ആ ഒരു കത്ത് തന്നതും ഞാനത് വായിച്ചു. സ്റ്റേജിൽ വെച്ച് അങ്ങനെ ഒരു കത്ത് തരും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. മിനിസ്റ്ററല്ലേ, അതുപോലെ ഗവൺമെൻറ് ലെറ്റർ ഹെഡിലാണ് തന്നിരിക്കുന്നത്, മിനിസ്റ്ററുടെ ലെറ്റർ ഹെഡിലാണ് തന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് നോക്കും, പരിഗണിക്കും. അല്ലാതെ പറയുന്നത് താങ്കൾ പൂർണ്ണമായും മാജിക് ഉപേക്ഷിച്ചതാണ്. ഇനി മാജിക്കിലേക്കില്ല എന്ന് കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നതാണ്. മന്ത്രി ഒരു കലാകാരനായിരിക്കും അങ്ങനെ ഒരു കത്ത് തന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ തോന്നുന്നത് ശരിക്കും? അല്ല, അത് മിനിസ്റ്റർ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുന്ന സമയത്ത് ഉള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ മാജിക് മിനിസ്റ്റർ പറഞ്ഞല്ലോ, മാജിക് ഉപേക്ഷിച്ച സമയത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് നമ്മൾ താഴേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്നൊരു വിഷമം മിനിസ്റ്റർ പറഞ്ഞു. സാംബശിവനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് മിനിസ്റ്റർ പത്തനാപുരത്താണെന്ന് തോന്നുന്നുണ്ട്, ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് മഴ പെയ്തു നിൽക്കുമ്പോൾ ആ മഴ മുഴുവൻ കൊണ്ട് ഈ മിനിസ്റ്ററാണോ സംശയമുണ്ട്, എനിക്ക് MLA ആണെന്ന് തോന്നുന്നത്. ആ സമയത്ത് പ്രോഗ്രാം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവരിഷ്ടം കൊണ്ട് പറഞ്ഞതായിരിക്കാം. എന്തായാലും ഒരു കത്തടിച്ചു തരുന്നുള്ള സ്വപ്നത്തിനും കൂടി വിചാരിച്ചതല്ല. അതും അവിടുന്ന് ഓഫീസിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു കത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ അതൊരു മന്ത്രി തരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പരിഗണന കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് ആലോചിക്കും. 3 വർഷമായി മാജിക് എന്ന് ഇവിടെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മാജിക് ചെയ്യുകയാണെങ്കിൽ അതിന് തയ്യാറെടുപ്പുകൾ ഒരുപാട് വേണ്ടി വരില്ലേ? ഒരുപാട് വേണ്ടി വരും. ആലോചിക്കും. കാരണം മിനിസ്റ്റർ ഞാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു കത്ത് അവിടുന്ന് പ്രിൻ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുവന്ന് തന്നു എന്നുണ്ടെങ്കിൽ, സ്റ്റേജിൽ വെച്ച് തന്നു എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് മുഴുവൻ ഏറ്റുപറയിപ്പിക്കുകയായിരുന്നു അത്. അപ്പോൾ മിനിസ്റ്ററുടെ ആ ഇഷ്ടം ഞാൻ പരിഗണിക്കുന്നു. അതൊരു പക്ഷേ കേരളത്തിൻ്റെ മുഴുവൻ ഇഷ്ടമായിരിക്കാം. മലയാളികൾ നോക്കാം. ഞാനൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു നിമിഷം ഒന്നും പറയാൻ പറ്റില്ല. 2024 തീരുന്നതിന് മുമ്പ് ഈ ഒരു നിമിഷം എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ നടന്നതല്ലേ അത്. ഇപ്പോൾ മിനിസ്റ്റർ തന്ന കത്തല്ലേ. അതുകൊണ്ട് ഇനി ഒന്ന് വർക്ക് ചെയ്യണ്ടേ. ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ല, തീരുമാനം എന്തായാലും ഉണ്ടാവും. പരിഗണിക്കും. അത്ഭുതകരമായിരുന്നു, അത്ഭുതപ്പെടുത്തുന്നൊരു നിമിഷമായിരുന്നു. മിനിസ്റ്റർ അങ്ങനെ ഒരു ഈ ഫംഗ്ഷന് വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ റിയൽ സർപ്രൈസ്, റിയൽ മാജിക്. ഇതുവരെ ഉണ്ടായിട്ടില്ല. 2024 മുതുകാടുന്ന പഴയ മാജിക് എന്ന് പറയുന്ന പ്രൊഫസർ തിരിച്ച് കിട്ടും കേരളത്തിന്. നോക്കാം.